നിങ്ങളുടെ വൃക്കയുടെ 70-80% നശിച്ചാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ലക്ഷണങ്ങൾ ബോഡി കാണിച്ചു തുടങ്ങുകയുള്ളൂ. ഞാൻ സംസാരിച്ചു വരുന്നത് സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ക്രോണിക് കിഡ്നി ഡിസീസിനെ പറ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് മുഴുവനായിട്ട് കാണുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഞാനതിൽ പറയുന്നത്. നമ്മുടെ കിഡ്നീനെ സംബന്ധിച്ചിടത്തോളം കിഡ്നി ഒരുപാട് ഫംഗ്ഷനുകൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ഒരു ഓർഗനാണ്. നമുക്കതിൻ്റെ രക്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ള കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്ലഡിലുള്ള വിസർജ്യ വസ്തുക്കൾ, ചില ധാതു ലവണങ്ങൾ ബ്ലഡിൽ അടിഞ്ഞുകൂടുന്നത് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത് കിഡ്നിയാണ്. അതുപോലെ തന്നെ ബോഡിയുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം, മറ്റേ സോഡിയം പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിടയ്ക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കിഡ്നിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡിലെ ചുവന്ന രക്താണുക്കൾ RBCs എന്ന് പറയുന്ന അതിൻ്റെ ഉൽപ്പാദനത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും കിഡ്നിയാണ്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ ഫംഗ്ഷനുകൾ ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നി. പക്ഷേ ഈ ദൗർഭാഗ്യവശാൽ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം അതിന് വരുന്ന അപാകതകൾ അല്ലെങ്കിൽ അതിന് വരുന്ന അസുഖങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. 70-80% കിഡ്നി നശിച്ചാൽ മാത്രമാണ് നമുക്കൊരു കിഡ്നി രോഗിയായി എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന കാറ്റഗറിയിലുള്ള കുറച്ച് ആളുകൾ നിങ്ങൾ ഒരു റൊട്ടീൻ എന്ന പോലെ തന്നെ നമ്മുടെ ഈ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യണം. അതിൽ ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് ഷുഗർ ഉള്ള ആളുകൾ, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, BP ഉള്ളവർ. അപ്പോൾ ഷുഗറിനും BPക്കും മരുന്ന് കഴിക്കുന്നവർ, ബോഡി വെയിറ്റ് കൂടുതലുള്ളവർ, ടെൻഷൻ, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പെയിൻ കില്ലറുകൾ എപ്പോഴും ഉപയോഗിക്കുന്നവർ, പുകവലി ശീലമുള്ളവർ, ഇത്തരത്തിലുള്ള ആളുകൾ, പിന്നെ ഫാമിലിയിൽ എന്തെങ്കിലും, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾ, ഇവരെല്ലാവരും ഞാൻ ഈ താഴെ പറയാൻ പോകുന്ന ടെസ്റ്റുകൾ ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ ചെയ്യുന്നത് വലിയ കിഡ്നി രോഗി ആയിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ, മീൻസ് വലിയൊരു അപകടത്തിലേക്ക് പെടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ നമ്മളെ സഹായിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് ACR എന്ന് പറഞ്ഞിട്ടുള്ളത്. ACR എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റാണ്. അത് നമ്മുടെ യൂറിനിലൂടെ എത്രത്തോളം കുറഞ്ഞ അളവിൽ ആൽബുമിൻ ലോസ് വന്നാൽ പോലും ആ ടെസ്റ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും. മൈക്രോ ആൽബുമിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് EGFR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി എത്രത്തോളം വേഗതയിലാണ് യൂറിൻ ഫിൽട്ടർ ചെയ്യുന്നത് എന്നുള്ളത് അറിയാനുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഈ 2 ടെസ്റ്റുകളെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന യൂറിൻ ടെസ്റ്റുകൾ നോർമൽ ആൽബുമിൻ നോക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള കിഡ്നിക്ക് വരുന്ന ചെറിയ ചേഞ്ചസ് അറിയാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ പരിചയത്തിലുള്ള ബന്ധുക്കളിലും ഫ്രണ്ട്സിലും ഒക്കെയുള്ള, പ്രത്യേകിച്ച് ഷുഗർ, പ്രഷർ, പുകവലിയുള്ളവരിൽ, ഇത്തരത്തിലുള്ള ആളുകളിൽ, അമിതവണ്ണമുള്ളവരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.